ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും ജഗദീപ് ധൻകർ രാജിവെച്ചിരിക്കുകയാണ്. വലിയൊരു ഞെട്ടലാണ് എല്ലാ ഭാഗങ്ങളുടെയും അടുത്തു നിന്നുണ്ടായത്, പ്രതിപക്ഷത്തിൻ്റെ ആയിരുന്നാലും ഭരണപക്ഷത്തിൻ്റെ ആയിരുന്നാലും എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കാരണം ജഗദീപ് ധൻകർ രാജിവെക്കേണ്ട ആവശ്യമില്ല. ജഗദീപ് ധൻകറിന് എന്താണ് പ്രശ്നം? ജഗദീപ് ധൻകർ 2027 താൻ വിരമിക്കുമെന്ന് പറഞ്ഞതാണ്. അന്ന് വൈകുന്നേരം 6 മണി വരെ സഭ നിയന്ത്രിച്ച ശേഷം അദ്ദേഹം രാത്രി തൻ്റെ രാജി പ്രഖ്യാപിക്കുകയായിരുന്നു. എന്താണ് അവിടെ നടന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പല ആൾക്കാരും പറയുന്നതിൽ പല ആംഗിളുകളുണ്ട്. പല ആൾക്കാരും പറയുന്നത് ജഗദീപ് ധൻകർ ഒരു വലിയ തൻ്റേടിയാണ്. നമുക്കറിയാം ജഗദീപ് ധൻകർ സുപ്രീം കോടതിയെ വരെ എടുത്തിട്ട് വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. ജഗദീപ് ധൻകർ സുപ്രീം കോടതിയുടെ വിമർശനം ജഗദീപ് ധൻകർ ഉന്നയിച്ചപ്പോൾ സുപ്രീം കോടതി പോലും പതറിപ്പോയി. അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഗട്ട്സ് ഉള്ള ഒരു മനുഷ്യൻ രാജിവെക്കണമെങ്കിൽ അദ്ദേഹത്തിന് അനിഷ്ടമായിട്ടുള്ള എന്തൊക്കെയോ അവിടെ സംഭവിച്ചിരിക്കുന്നു, അതായത് BJPയിൽ സംഭവിച്ചിരിക്കുന്നു, ജഗദീപ് ധൻകറിൻ്റെ നേരെ കേന്ദ്രം നടത്തിയിരിക്കുന്നു എന്നുള്ളൊരു വ്യാഖ്യാനം സ്വാഭാവികമായിട്ടും പുറത്തും എയറിലുമെല്ലാം ഉണ്ട്. എന്നാൽ ജഗദീപ് ധൻകറിന് ശാരീരികമായിട്ടുള്ള പ്രശ്നം മൂലമാണ് രാജിവെച്ചത് എന്ന് വേറെ പല ആൾക്കാർ പറയുന്നു. കാരണം ജഗദീപ് ധൻകർ ഗവർണറായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം അതുകൊണ്ടാണ് രാജിവെച്ചതെന്ന് പറയുന്നത്. പക്ഷേ 2027 താൻ വിരമിക്കുമെന്ന് ജഗദീപ് ധൻകർ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ വരുന്ന ചില കുത്തിത്തിരിപ്പുകാരൻ നരേഷൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിക്ക് ഒരു താക്കീതായിട്ടാണ് ജഗദീപ് ധൻകർ രാജിവെച്ചത്. കാരണം RSSൻ്റെ മോഹൻ ഭാഗവത് പറഞ്ഞല്ലോ 75 വയസ്സ് കഴിഞ്ഞാൽ രാജിവെച്ച് പോകണമെന്ന്. അപ്പോൾ ജഗദീപ് ധൻകർ ഉടനെ രാജിവെച്ചതാണ് എന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു വാക്ക് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇതിലേത് നെറേറ്റീവാണ് സത്യം എന്നുള്ളത് പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ചിദംബരം രംഗത്തെത്തിയിരിക്കുകയാണ്. ചിദംബരം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വമ്പൻ കൊള്ളക്കാരനാണ്, മുൻ മന്ത്രിയൊക്കെ ആയിരുന്നു. എന്തായാലും ഈ ചിദംബരം എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ നരേന്ദ്രമോദി പൊഴുത്തിയൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം കേസ് മുറുകി വരികയാണ്. എന്തായാലും ചിദംബരം പറയുന്നത് ധൻകർ തൻ്റെ പരിധി ലംഘിച്ചു എന്നുള്ളതാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജഗദീപ് ധൻകർ രാജിവെച്ച വിഷയത്തിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളെല്ലാം തന്നെ പുറത്തു വരികയാണ്. ഇപ്പോഴിതാ സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നുള്ള നേരിട്ടുള്ള പ്രതികരണവുമുണ്ട്. മറുവശത്ത് പ്രതിപക്ഷം ആക്രമണാത്മക മാനസികാവസ്ഥയിലാണ്. ഇപ്പോൾ കോൺഗ്രസ് വക്താവായിട്ടുള്ള ചിദംബരം വ്യത്യസ്തമായിട്ടുള്ളൊരു സിദ്ധാന്തം, അങ്ങനെ തന്നെ പറയണം, ഇതിനെ നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വലിയ വാക്കായിട്ടൊന്നും കണക്കൂട്ടാൻ പറ്റില്ല, ഒരു സിദ്ധാന്തം, അദ്ദേഹത്തിൻ്റെ ഒരു സിദ്ധാന്തം പുറത്തു വന്നിട്ടുണ്ട്. ഒരു അഭിമുഖത്തിനിടെ ജഗദീപ് ധൻകർ തൻ്റെ പരിധി ലംഘിച്ചാണ് രാജിവെച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാരുമായി ഒരു സംഘർഷ സാധ്യത ഉടലെടുത്തു. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായിട്ടുള്ള പ്രമേയം അംഗീകരിച്ചതിന് ശേഷം ധൻകർ സർക്കാരുമായുള്ള ബന്ധം തകർത്തിരിക്കാം. ധൻകറും സർക്കാരും ഒരു കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. സർക്കാരിന് അദ്ദേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. രാജ്യസഭയിൽ അദ്ദേഹത്തിൻ്റെ രാജി പ്രഖ്യാപനം സർക്കാരും ധൻകറും തമ്മിലുള്ള പരസ്പര ബഹുമാനം പൂർണ്ണമായും അവസാനിച്ചു എന്നതിൻ്റെ സൂചനയാണെന്നാണ് ഇപ്പോൾ ചിദംബരം പറയുന്നത്. എന്തായിരുന്നാലും ഈ രാജിക്ക് ശേഷം പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് നമ്മുടെ ഈ വൈസ് പ്രസിഡന്റ് അദ്ദേഹം രാഷ്ട്രപതിയെ കാണാനെത്തി. അവിടെ ഒരു വലിയ ബഹളം ഉണ്ടായി എന്ന് കേൾക്കുന്നു. ബഹളം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാഷ്, അതായത് പ്രോട്ടോക്കോൾ ലംഘിച്ച് രാഷ്ട്രപതി വരുമ്പോൾ, അപ്പോയിൻമെൻറ്റ് പോലും എടുക്കാതെ വരുമ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിനെ രാഷ്ട്രപതിയുടെ അടുത്തേക്ക് കടത്തിവിടുക എന്നുള്ളൊരു ക്ലാഷ് അവിടെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം രാഷ്ട്രപതിയെ കാണാൻ വന്നപ്പോൾ ഈ വിഷയത്തിൽ ചർച്ചയിൽ കൂടുതൽ ചൂട് പിടിച്ചു. കാരണം രാഷ്ട്രപതി അദ്ദേഹം കാണാനെത്തിയത് വലിയ എന്തോ വിഷയം, വലിയ എന്തോ സംഭവ വികാസം നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്നതിൻ്റെ ഭാഗമാണ് എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇവർ പറയുന്നത്. എന്തായിരുന്നാലും ജഗദീപ് ധൻകറിൻ്റെ രാജിയെ തുടർന്ന് ഇപ്പോൾ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള വലിയ നീക്കങ്ങൾ ഇപ്പോൾ കേന്ദ്രത്തിൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.